ഹലോ നമസ്കാരം. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ മാത്സ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മുരളിലാൽ, നിങ്ങളുടെ മാത്സ് ടീച്ചർ. JEE-PYQ മാത്സ് സെക്ഷനിൽ ഇന്നത്തെ ചോദ്യം ഞാൻ അവതരിപ്പിക്കുന്നതാണ്. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വീഡിയോയിൽ പ്രോബ്ലം ചെയ്യുന്ന രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് ഈ വീഡിയോ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്ത് മറ്റുള്ളവർ എത്തിക്കാനും താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലോട്ട് കിടക്കുന്നു. നമുക്ക് ചോദ്യം ഒന്ന് പരിചയപ്പെടാം. ചോദ്യം പറയുന്നത്, ലെറ്റ് A1, A2, A3 etc. be a GP of increasing positive terms. If A1 into A2 is equal to 28 and A2 plus A4 is equal to 29, then A6 is equal to ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് നോക്കണം. JEE ചോദിച്ച ചോദ്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? A1 ഇൻറ്റു A5 ഈസ് ഈക്വൽ ടു 28 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് A1 ഇൻറ്റു A2? A1 ഇൻറ്റു A5 ഈസ് ഈക്വൽ ടു A1 നമുക്ക് എന്ത് എഴുതാം? A1 ഈസ് ഈക്വൽ ടു A ഇൻറ്റു A5 ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ AR⁴. ദാറ്റ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു A ഈസ് ഈക്വൽ ടു A സ്ക്വയർ ഇൻറ്റു R⁴ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ വാല്യൂ? വാല്യൂ ഈസ് ഗിവൺ ആസ് 28. നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മളൊരു ഇക്വേഷൻ എഴുതി, A² ഇൻറ്റു R⁴ ഈസ് ഈക്വൽ ടു 28. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? A2 പ്ലസ് A4 എന്ന് വെച്ചാൽ എന്താണ്? A2 എന്ന് പറയുമ്പോൾ A ഇൻറ്റു R പ്ലസ് A4 എന്ന് വെച്ചാൽ എന്താണ്? A ഇൻറ്റു R², R³ A4 എന്ന് പറയുമ്പോൾ ഫോർത്ത് ടൈം എന്ന് പറയുമ്പോൾ A ഇൻറ്റു R³. ഇതിൽ നിന്ന് നമുക്ക് ആരെ കോമൺ എടുക്കാം? ARനെ കോമൺ എടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാം AR ഇൻറ്റു, ഇവിടെ AR എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 കിട്ടും. 1 പ്ലസ് AR³ AR പോയാൽ ബാക്കി എന്ത് കിട്ടും? R² ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ വാല്യൂ? ഗിവൺ വാല്യൂ ഈസ് 29. നമുക്ക് 29 കിട്ടി. നമുക്ക് ഈ ടേമിൻ്റെ രണ്ട് വശങ്ങളും സ്ക്വയർ ചെയ്യും. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് ആകുമ്പോൾ എന്ത് കിട്ടും? A² R² ഇൻറ്റു 1 പ്ലസ് R² ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 29 സ്ക്വയർ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഇക്വേഷനായിട്ട് വിളിക്കുന്നു. ഇനി നമ്മൾ 1ഉം 2ഉം വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഒരു A² ഉണ്ടല്ലോ, അപ്പോൾ A² കണ്ടുപിടിക്കാം. A² ഈസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ R⁴ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ A² മാറ്റിയാൽ ഈ ടേം മൊത്തം നമുക്ക് R⁴ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ A² പകരം ഈ ഇക്വേഷൻ നമ്പർ 2ലെ A² പകരം നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 28 ഡിവൈഡഡ് ബൈ R⁴ ഇൻറ്റു R² ഇൻറ്റു 1 പ്ലസ് R² ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 29 സ്ക്വയർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ R² വെട്ടിപ്പോൾ ഇവിടുത്തെ വെട്ടിപ്പില്ലേ, ഈ സ്ക്വയർ കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 1 പ്ലസ് R² ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ R². ഇവിടുത്തെ R² R⁴ വെട്ടിപ്പോൾ റിമൈൻ ബാക്കി എത്ര കിട്ടി? R² കിട്ടി. ഈസ് ഈക്വൽ ടു 29 സ്ക്വയർ റൈറ്റ് സൈഡിലുണ്ടല്ലോ, 29 സ്ക്വയർ ഡിവൈഡഡ് ബൈ 28 കം ഡിനോമിനേറ്റർ ഇൻറ്റു 28. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ സ്ക്വയറാണ്, ഡിനോമിനേറ്റർ സ്ക്വയറാണ്. ഇവിടെ ന്യൂമറേറ്റർ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? സ്ക്വയർ റൂട്ട് എടുക്കാം. നമ്മൾ നേരത്തെ സ്ക്വയർ എടുത്തു, ഇപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. ബോത്ത് സൈഡ് എടുക്കുന്നു അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? 1 പ്ലസ് R² ഹോൾ സ്ക്വയർ എന്താവും? അതിൻ്റെ സ്ക്വയർ പോവും, 1 പ്ലസ് R² എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ R² സ്ക്വയർ റൂട്ട് എന്താവും? 6 കിട്ടും. ഈസ് ഈക്വൽ ടു
29ൻ്റെ സ്ക്വയർ റൂട്ട് എന്താവും? 29 സ്ക്വയറിൻ്റെ 29 ആയി കിട്ടും. ഡിവൈഡഡ് ബൈ 28 എന്താവും? റൂട്ട് 28. അപ്പം ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 28. ആർ സ്ക്വയർ 28 പ്ലസ് 1 28. അപ്പം നമുക്ക് ഈ റേഷ്യോയിൽ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 28. ക്ലിയർ? അപ്പം നമുക്കൊരു ആറ് കിട്ടി. ഇനി ആരെ കിട്ടണം? എ കിട്ടണം അല്ലേ? അപ്പം നമുക്കിവിടെ എ കൊടുക്കാമല്ലോ. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 4 ആണ്. ആർ എത്രയാണ്? റൂട്ട് 28 ദ ഹോൾ റേസ് ടു 4. അപ്പോൾ എത്ര കിട്ടി? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 28 ഇൻറ്റു 28 എന്താണ്? റൂട്ട് 28 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 28 ഇൻറ്റു 28. അപ്പോൾ ഒരു 28 വെട്ടിപ്പോവും. അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/28 ആണ്. അപ്പോൾ വാട്ട് ഈസ് എ? എ ഈസ് ഈക്വൽ ടു 1/√28. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എയും കിട്ടി, ആറും കിട്ടി. ക്ലിയർ? എ ആർ എന്ന് പറഞ്ഞ റൂട്ട് 28, എ എന്ന് പറയുന്നത് 1/√28. നമുക്കിടന്ന് എഴുതാം. എ ഈസ് ഈക്വൽ ടു 1/√28 ആൻഡ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 28. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? കണ്ടുപിടിക്കേണ്ടത് A6 ആണ്. A6 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു ആർ റേസ് ടു 5. ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്താണ്? 1/√28 ഇൻറ്റു ആർ റേസ് ടു 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെഴുതാം? റൂട്ട് 28 ദ ഹോൾ റേസ് ടു 4 ഇൻറ്റു റൂട്ട് 28 എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് 28 വെട്ടിപ്പോവും. ബാക്കി എന്ത് കിട്ടും? എ റേസ് ടു 6 ഈസ് ഈക്വൽ ടു റൂട്ട് 28 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 28 ദ ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദ ആൻസർ. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ആൻസർ ഇല്ല അല്ലേ? അപ്പോൾ എത്രയാണ്? റൂട്ട് 28 സ്ക്വയർ എത്രയാണ്? 784. സ്ക്വയറൊക്കെ പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഉത്തരം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ 784. ആൻസർ ഈസ് ഈക്വൽ ടു 784. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ്. മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.